ഇഗ്നേഷ്യസ് അച്ഛൻ, അതുപോലെ വാത്സല്യമേറിയ തോമസ് പൊട്ടമല അച്ഛനും, ഇവിടെ കൂടിയിരിക്കുന്ന സ്നേഹനിധിയായ സിസ്റ്റേഴ്സിനും, അതുപോലെ ഈ ഇടവകയിലെ സിസ്റ്റേഴ്സായ എസ് ടി കോൺവെൻറ്റിലെ സുപ്പീരിയർ ഖനോസാമയ്ക്കും, അതുപോലെ ആ കുടുംബത്തിലെ സ്നേഹനിധികളായ സഹോദരികൾക്കും, ഇന്ന് ഈ വേദിയിൽ എന്നോടൊപ്പമായിരുന്ന് ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കുവാൻ എത്തിയിരിക്കുന്ന നിങ്ങളേവർക്കും ഞാൻ എൻ്റെ ഹൃദ്യമായ മംഗളങ്ങൾ നേരുന്നു. ഇന്ന് ഈ ബലിവേദിയിൽ ആദ്യം മുതൽ അവസാനം വരെ ആയിരുന്നു. അവസാനം ഈ നിമിഷത്തിൽ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി സഹിച്ച് ക്ഷമിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഞാൻ എന്താണ് അർപ്പിക്കാനുള്ളത്? ടെൻസിങ്ങും ഹിലാരിയും എവറസ്റ്റ് കീഴടക്കിയപ്പോൾ അവരാദ്യം ചെയ്തത് എന്താണ്? അവർ ആഹ്ലാദചിത്തരായിരുന്നു എന്നതൊരു സത്യമാണ്. എന്നാൽ അവർ അവരുടെ രാഷ്ട്രത്തിൻ്റെ പതാക ആ കൊടുമുടിയുടെ മുകളിൽ ഉയർത്തിക്കാട്ടുവാൻ അവർ മറന്നില്ല. അതുപോലെ നീൽ ആംസ്ട്രോങ് എന്ന ശാസ്ത്രജ്ഞൻ ചന്ദ്രനെ കീഴടക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തെയും അദ്ദേഹം ഉയർത്തിക്കാട്ടാൻ മറന്നില്ല. ഇന്ന് ഞാൻ ഈ അൾത്താരയിൽ ഒരു നീൽ ആംസ്ട്രോങ്ങായി, ഒരു ഹിലാരി, ഒരു ടെൻസിങ്ങായി മാറുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ദൈവത്തിൻ്റെ ഉന്നതമായ പദവികൾ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നിന്നും പിഞ്ചു കുഞ്ഞായി അല്പനേരം വന്നു നിന്ന് പ്രസംഗിച്ച പിഞ്ചു ബാലൻ എൻ്റെ ബാല്യകാലത്തെക്കുറിച്ചാണ് പറഞ്ഞ് ഓർത്തു പോകുന്നത്. ഈ വഴിത്താരകളിലൂടെ ഞാൻ ഓടിയിട്ടുണ്ട്. ഈ ചെറിയ അംബികാപുരം പള്ളിയിൽ ഞാൻ ഒട്ടുകുഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ഞാൻ വന്ന് സൗഹൃദം ആരാഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് സർവശക്തനായ പിതാവിൻ്റെ ആ മഹനീയമായ പദവികൾ കയറുവാൻ ആരാകുന്നു? ആരുമില്ലാത്ത ഞാൻ അതിൻ്റെ മുൻപിൽ കയറിയപ്പോൾ ഞാനും എന്തെങ്കിലും ആ മഹത്വത്തിനായി നാട്ടേണ്ടതല്ലേ? ഇന്ന് ഈ അൾത്താരയുടെ പുറകിലേക്ക് ഞാൻ നോക്കുമ്പോൾ സ്വർണ്ണ ലിപികളിൽ നമുക്ക് കാണാം, ലോർഡ് മേക്ക് മീ എ സ്പാർക്ക് ഓഫ് യുവർ ലവ്. അതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും കഴിഞ്ഞ 12 വർഷത്തോളമായി ഉരുവിട്ട പ്രാർത്ഥന. ലോർഡ് മേക്ക് മീ എ സ്പാർക്ക് ഓഫ് യുവർ ഡിവൈൻ ലവ്. നിങ്ങളുടെ കൈകളിലിരിക്കുന്ന ചിത്രങ്ങളിൽ ഞാൻ എൻ്റെ പ്രാർത്ഥന എഴുതി വച്ചിരിക്കുന്നു. അനുനിമിഷം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു രശ്മിയായി തീരുവാൻ ഞാൻ ആഗ്രഹിച്ചു. അതിനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് ഉയർന്ന് ഇന്ന് ഈ അൾത്താരയിൽ സാന്നിധ്യത്തിൽ ഒരു നവവൈദിക നിങ്ങളുടെ ഇടയിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് ഉയർന്ന് ഇന്ന് ഈ അൾത്താരയിൽ സാന്നിധ്യത്തിൽ ഒരു നവവൈദികനായി നിൽക്കുമ്പോൾ ഒത്തിരി അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് എന്നോട് എനിക്ക് അർപ്പിക്കുവാനുണ്ട്. എന്നാൽ അതിലുപരിയായി ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എന്താണ് തരാനുള്ളത്? എൻ്റെ കൈകളിൽ ഒന്നുമില്ല. പകരം ദൈവസ്നേഹവും അവൻ്റെ വാത്സല്യവും അവൻ്റെ കൃപയും. ആദ്യമായി എനിക്ക് സ്നേഹവും വാത്സല്യവും തന്ന ഈ ഇടവകയിലെ വികാരി അച്ഛനെയാണ് സ്മരിക്കേണ്ടത്. ഞാൻ എൻ്റെ നന്ദി പ്രകാശനത്തിൽ ചുരുങ്ങിയ വാക്കുകളിൽ അത് തീർത്തു. എങ്കിൽ ഇന്നീ സമയത്ത് എനിക്ക് എൻ്റെ
മനസ്സിൻ്റെ അഗാധതയിൽ നിന്നുകൊണ്ട് ഞാൻ അച്ഛന് സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും വാക്കുകൾ ഒന്നുകൂടി ആവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു. വളരെ പ്രയാസമേറിയതാണ് ഇതുപോലൊരു ചടങ്ങ്. അതിനായി വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും അച്ഛൻ എനിക്ക് ഒരു സുഹൃത്തായി സഹോദരനായി മാറിക്കൊണ്ട് ഈ നാളുകളിലെല്ലാം ചെയ്തു തന്നുകൊണ്ടിരുന്നു. എൻ്റെ വൈദിക പഠന സമയത്തും എനിക്ക് പലപ്പോഴും എന്നെ വിളിക്കുകയും എനിക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്ത് ഈ അച്ഛൻ ഞാൻ ഇന്ന് എൻ്റെ കൈകൾ കൂപ്പി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു മനുഷ്യൻ എത്രമാത്രം ഉറങ്ങാതിരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഡോക്ടർമാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കുക. അവർ പറയും മനുഷ്യൻ ഉറങ്ങാതിരുന്നാൽ അവൻ ഭ്രാന്തനായി മാറും. എന്നാൽ നമ്മുടെ ഇടയിൽ സ്നേഹം എന്നത് എല്ലാത്തിനെയും വിജയിക്കുന്ന ഒന്നാണ്. എന്നോടുള്ള സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കാനായി SD കോൺവെന്റിലെ സിസ്റ്റർ കനോസിയോടൊപ്പം പ്രവർത്തിക്കുന്ന 3 സഹോദരിമാർ ഉറക്കമൊഴിച്ച് രാത്രികൾ അവർ എനിക്കായി ചെലവിട്ടു. ഞാൻ ഇന്ന് ഈ അവസരത്തിൽ അവരെ പ്രത്യേകമായി സ്മരിക്കുകയും അവർ ചെയ്തു തന്ന എല്ലാ സേവനങ്ങൾക്കും പ്രത്യേകമായി നന്ദി പറയുകയും ചെയ്യുന്നു. എനിക്ക് കുറച്ച് വരയ്ക്കാൻ അറിയാം, കുറച്ച് ചിത്രങ്ങളിൽ കളറുകൾ വാരിത്തേക്കാൻ അറിയാം. അപ്പോൾ എനിക്ക് ഈ അലങ്കാര പണികളുടെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ എത്രമാത്രം മണിക്കൂറുകൾ ചെലവഴിച്ചു എന്ന് ചിന്തിക്കുവാൻ കഴിയും. സിസ്റ്റർ കനോസാമ, അതുപോലെ മറ്റെല്ലാ സ്നേഹനിധിയായ എൻ്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇന്ന് ഈ വേദിയിൽ കൂടിയിരിക്കുന്ന നിങ്ങളിൽ പലരും ഈ ഗ്രാമത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒന്നിച്ചു കൂടിയിരിക്കുന്നവരാണ്. പലരും പല പ്രാർത്ഥനായോഗങ്ങളിലും ഉൾപ്പെട്ടവർ. ഇന്ന് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ എൻ്റെ മുൻപിൽ നൃത്തം വച്ചപ്പോൾ അവരെ ഒരുക്കിയതും അവരെ ഡാൻസ് പഠിപ്പിച്ചതും പാട്ട് പഠിപ്പിച്ചതുമായ ഈ സിസ്റ്റേഴ്സാണ്. ഞാൻ അവർക്ക് ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളിൽ പലരും സ്നേഹഭാജനമായി ഇന്നീ ദിവസത്തിലേക്കായി ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചവരാണ്. ഇന്നീ വേദി നിങ്ങൾക്ക് കാണാം, നിരന്ന് പന്തലിട്ട് അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. എന്നാൽ 2 ദിവസം മുൻപ് തന്നെ ഇന്ന് രാവിലെ നിങ്ങൾ ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയുമായിരുന്നു, അവിടെ മാറ്റിയിട്ടിരിക്കുന്ന പാറക്കൂട്ടങ്ങൾ. ഒരു കല്ലും ഒരാൾക്ക് മാറ്റുവാൻ സാധിക്കാത്തവ തന്നെയുണ്ട്. അവയെല്ലാം മാറ്റി ഇന്നീ ഇരിപ്പിടം മനോഹരമായ രീതിയിൽ ഒരുക്കി തീർക്കുവാൻ നിങ്ങളിൽ എല്ലാവരും തന്നെ വളരെ അധ്വാനിച്ചവരാണ്. അതുകൂടാതെ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ സഹായം എൻ്റെ വളർച്ചയ്ക്കിടയായിട്ടുണ്ട്. നിങ്ങളിൽ പലരും പല ഭക്തസംഘടനകളിലും പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും എനിക്ക് വേണ്ടി വളരെയധികം പ്രചോദനം നൽകിയ ഒന്നാണ്. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.